Hi friends, welcome to my channel Yarn to Masterpiece. ഇന്ന് ഞാൻ നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഡിസ്നി ഫ്രോസണിലെ ഓൾഫിനെയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആട്ടോ ഇത്. ഞാൻ ചെയ്തിരിക്കുന്നത് 4-ply കോട്ടൺ yarn കൊണ്ടാണ്. ക്രോഷ്യ ഹുക്ക് സൈസ് 2.5 mm. ഇതിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട് ഏതാണ്ട് 8 ഇഞ്ചോളം 7.58 ആ ഒരു ഇഞ്ചോളം വന്നിട്ടുണ്ട്. ഞാൻ 2 4-ply yarn ടുഗദർ പിടിച്ചിട്ടാണ് ഈ ഒരു സൈസിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറുത് മതിയെന്നുണ്ടെങ്കിൽ ഒരു 4-ply yarn മാത്രം വെച്ച് ചെയ്താലും മതി. അപ്പോൾ ചെറിയ സൈസിൽ കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടന്നാലോ. നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് വൈറ്റ് yarn വെച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 4-ply കോട്ടൻ്റെ 2 yarn ഒരുമിച്ച് പിടിച്ചാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ഒരു എലോഫിന് 8 ഇഞ്ച് സൈസ് വരുള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ ചെറുത് മതി, ഒരു 5 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ചൊക്കെ മതിയെന്നുണ്ടെങ്കിൽ ഒരൊറ്റ yarn എടുത്താൽ മതി. 4-plyയുടെ ഒരെണ്ണം കൊണ്ട് ചെയ്യുക. സെയിം പാറ്റേൺ തന്നെ ഒരെണ്ണം കൊണ്ട് ചെയ്യുക. വലിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം 2 yarn 4-plyയുടെ പിടിച്ച് ചെയ്യാം. നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാജിക് സർക്കിൾ ഇടാം. ചെയിൻ 1. ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, 4, 5, 6 സിംഗിൾ ക്രോഷ്യ ആയി. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് വണ്ണിലോട്ട് നമ്മുടെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കണം. റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 2 ചെയ്യാനായിട്ട് നേരത്തെ ചെയ്ത ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിലോട്ടാണ് പോകുന്നത്. ഈ ഒരു റൗണ്ടിൽ ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യണം. സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ സിംഗിൾ ക്രോഷ്യ 2, നെക്സ്റ്റ് വൺ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഇത് നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കണം. ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് ഈ ഒരു റൗണ്ടിൽ കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് എൻഡിലെത്തി. നമ്മൾ ലാസ്റ്റ് വൺ ചെയ്യേണ്ടത് എപ്പോഴും ഈ സ്റ്റിച്ച് മാർക്കറിലാണ്. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഇനി അഗെയിൻ നമ്മുടെ സ്റ്റിച്ച് മാർക്കർ ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് റൗണ്ട് 3 ചെയ്യാം. റൗണ്ട് 3 ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വണ്ണിൽ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്യാം. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ഫിനിഷ് ചെയ്യാം. ലാസ്റ്റ് വൺ ഈ ഒരു സ്റ്റിച്ച് മാർക്കറിലാട്ടോ ഇടേണ്ടത്. റൗണ്ടിൽ എനിക്ക് ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് റൗണ്ട് 4 സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 4 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, തേർഡ് വണ്ണിൽ ഇൻക്രീസിലാണ് സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം.
ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. സോറി, നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 5. ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2 ആൻഡ് സിംഗിൾ ക്രോഷ്യ 3. നെക്സ്റ്റ് വൺ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 30 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ചെയ്യാം. റൗണ്ട് 6 ഓൾസോ ഇൻക്രീസ് ആണ്. ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, 2, 3 ആൻഡ് 4. നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. ഇനി നമ്മൾ റൗണ്ട് 7 ടു റൗണ്ട് 12, അതായത് റൗണ്ട് 7, 8, 9, 10, 11, 12 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. ഇൻക്രീസ് ഇല്ല. ഓരോ റൗണ്ടിലും ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നമുക്ക് റൗണ്ട് 7 till റൗണ്ട് 12 ചെയ്തെടുക്കാം. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് ശേഷം തുടങ്ങിയാൽ മതി. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. റൗണ്ട് 7 till 12. അപ്പം നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇതിൻ്റെ ഇവിടെ തൊട്ട് ഈ ഒരു പാർട്ട് വരെ ഫിനിഷ് ആവും. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ അറിയാം, ഞാൻ റൗണ്ട് 7 till റൗണ്ട് 12 ചെയ്തെടുത്തു. ഓരോ റൗണ്ടിലും 36 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് റൗണ്ട് 13 നിങ്ങൾ എൻ്റെ ഒപ്പം ചെയ്തു പോകണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഈ റൗണ്ട് മൊത്തം ഇൻക്രീസ് ആണ്. ഓക്കെ, ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, സിംഗിൾ ക്രോഷ്യ 4, സിംഗിൾ ക്രോഷ്യ 5. ടോട്ടൽ 5 സിംഗിൾ ക്രോഷ്യേസ് നമ്മൾ ചെയ്തു. നെക്സ്റ്റ് 7 സ്റ്റിച്ചസിൽ മൊത്തം ഇൻക്രീസ് ആണ്. അതായത് ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, അങ്ങനെ 1 കഴിഞ്ഞു. അങ്ങനെ 7 ടൈംസ് ചെയ്യണം. 2, 3, 4, 5, 6 and 7. ഇപ്പോൾ നമ്മൾ 7 ടൈംസ് ഇൻക്രീസ് ചെയ്തു. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് വൺ സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേൺ നമുക്ക് ടോട്ടൽ 6 ടൈംസ് ചെയ്യണം. 1 കഴിഞ്ഞു. നെക്സ്റ്റ് വണ്ണിൽ 1, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്. ഇപ്പോൾ 2 ടൈംസ് കഴിഞ്ഞു. നെക്സ്റ്റ് വണ്ണിൽ 1, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്. 3 ടൈംസ് കഴിഞ്ഞു. നെക്സ്റ്റ് വണ്ണിൽ 1, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്. 4 ടൈംസ് കഴിഞ്ഞു. നെക്സ്റ്റ് വണ്ണിൽ 1, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്. 5 ടൈംസ് കഴിഞ്ഞു. നെക്സ്റ്റ് വണ്ണിൽ 1, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്. 6 ടൈംസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 7 സ്റ്റിച്ചസ് മൊത്തം ഇൻക്രീസ് ആണ്. ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ. ഇൻക്രീസ് 1 കഴിഞ്ഞു. 2, 3, 4, 5, 6, 7.
ഇനി ബാക്കി 5 സ്റ്റിച്ചസ് ആണുള്ളത്. ഈ 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, 3, 4 and last one 5. ഈ റൗണ്ടിൽ ടോട്ടൽ 56 സിംഗിൾ ക്രോഷ്യ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 14 till 19 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അത്രയേ ഉള്ളൂ. 14 തൊട്ട് 19 വരെ ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, ഇൻക്രീസ് ഇല്ല. ഓരോ റൗണ്ടിലും 56 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. റൗണ്ട് 14 till 19. ഞാനിപ്പോൾ ഇത് റൗണ്ട് 19 വരെ ഫിനിഷ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ലെങ്തായി എൻ്റെ സ്നോമാന്. ഇവിടെ നിന്നൊട്ട് ഈ ഒരു പാർട്ട് വരെ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നമുക്കിത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നെക്സ്റ്റ് റൗണ്ട് 20. ഫസ്റ്റ് 6 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4, 5, 6. നെക്സ്റ്റ് 7 ടൈംസ് നമ്മൾ ഡിക്രീസ് ആണ് ചെയ്യേണ്ടത്. സിംഗിൾ ക്രോഷ്യ ടുഗദർ. സിംഗിൾ ക്രോഷ്യ ടുഗദർ 1 ടൈം ചെയ്തു. ഇങ്ങനെ ടോട്ടൽ 7 ടൈംസ് ചെയ്യണം. 2, 3, 4, 5, 6 and 7. സിംഗിൾ ക്രോഷ്യ ടുഗദർ നമ്മൾ ചെയ്തെടുത്തു. ഇനി നെക്സ്റ്റ് 16 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, അങ്ങനെ 16 സ്റ്റിച്ചസിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 16 സ്റ്റിച്ചസിൽ ചെയ്തെടുത്തു. ഇവിടെ നിന്നോട്ട് ഇവിടെ വരെ 16 സ്റ്റിച്ചസിൽ ഓരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് 7 സ്റ്റിച്ച് അഗെയിൻ ഡിക്രീസ് ആണ്. 7 ടൈംസ് സ്റ്റിച്ചല്ല. സിംഗിൾ ക്രോഷ്യ ടുഗദർ 1, സിംഗിൾ ക്രോഷ്യ ടുഗദർ 2, സിംഗിൾ ക്രോഷ്യ ടുഗദർ 3, 4, അങ്ങനെ 7 ടൈംസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 7 ടൈംസ് ചെയ്തെടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 6 സിംഗിൾ ക്രോഷ്യേസ് ആണ്. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4, 5 and last one 6. ഈ റൗണ്ടിൽ ടോട്ടൽ 42 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് റൗണ്ട് 21 and 22 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഓരോ റൗണ്ടിലും 42 സിംഗിൾ ക്രോഷ്യ. റൗണ്ട് 21ഉം റൗണ്ട് 22 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 2 more റൗണ്ട്സ് ചെയ്തെടുത്തു. നെക്സ്റ്റ് റൗണ്ട് 23 ചെയ്യാം. റൗണ്ട് 23 ചെയ്യാനായിട്ട് ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, സിംഗിൾ ക്രോഷ്യ 4 and സിംഗിൾ ക്രോഷ്യ 5. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. 5 സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞ് 1 സിംഗിൾ ക്രോഷ്യ ടുഗദർ.
അങ്ങനെ ടോട്ടൽ 6 ടൈംസ് ചെയ്യുമ്പോൾ ഈ ഒരു റൗണ്ട് ഫിനിഷ് ആവും. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, അതായത് റൗണ്ട് 24. റൗണ്ട് 24 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അത്രേ ഉള്ളൂ. ഡിക്രീസ് ഇല്ല, ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോവാം. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 25 ചെയ്യാം. റൗണ്ട് 25 ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, 3 ആൻഡ് 4. നെക്സ്റ്റ് വണ്ണിൽ ഡിക്രീസ് ആണ്, സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 30 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 26 ചെയ്യാം. റൗണ്ട് 26 ഈസിയാണ്. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ടോട്ടൽ 30 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് ഈ ഒരു റൗണ്ടിൽ. നമുക്കങ്ങനെ ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 27. റൗണ്ട് 27 ചെയ്യാനായിട്ട് ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 3, നെക്സ്റ്റ് വൺ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. നമുക്ക് ഈ ഒരു പാറ്റേൺ ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്യാം. ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു റൗണ്ടിൽ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 28. റൗണ്ട് 28 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അത്രയേ ഉള്ളൂ. അങ്ങനെ ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് ഈ ഒരു റൗണ്ടിൽ. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തു. ഇനി നെക്സ്റ്റ് റൗണ്ട് 29. റൗണ്ട് 29 ചെയ്യാനായിട്ട് ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, നെക്സ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാം. ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു റൗണ്ടിൽ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തു. നമ്മുടെ ഈ ഒരു ഹെഡ് പാർട്ട് ഇവിടെ തൊട്ട് ഇവിടെ വരെ നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഫൈബർ ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് പാർട്ട് ചെയ്തെടുക്കാം. ഫുള്ള് നിറച്ച് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫുള്ള് സ്റ്റഫ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഡൗൺ പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഡൗൺ പാർട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റൗണ്ട് 30. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വൺ ഇൻക്രീസ് ആണ്, സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. 1 സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ഇൻക്രീസ്. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 27 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ, തെറ്റിപ്പോരുത്. 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഇൻക്രീസ്. ഇനി ഈ ഒരു റൗണ്ട് ഫുൾ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തെടുത്തു. നെക്സ്റ്റ് റൗണ്ട് 31. റൗണ്ട് 31 ചെയ്യാനായിട്ട് ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, ഫസ്റ്റ് വണ്ണിലും സെക്കൻഡ് വണ്ണിലും ഓരോന്ന്, തേർഡ് വൺ ഇൻക്രീസ് ആണ്, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടും ഫിനിഷ് ചെയ്തു, ഇവിടെ വരെ എത്തി. ഇനി നെക്സ്റ്റ് റൗണ്ട് 32 ആൻഡ് റൗണ്ട് 33. ഇൻക്രീസ് ഇല്ല, ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ റൗണ്ട് 32ഉം റൗണ്ട് 33ഉം ചെയ്യാം. ഓരോ റൗണ്ട്സിലും ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് 2 മോർ റൗണ്ട്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 2 മോർ റൗണ്ട്സ് ചെയ്തു, അതായത് റൗണ്ട് 32 ആൻഡ് 33. റൗണ്ട് 34 അഗെയിൻ ഇൻക്രീസ് ആണ്. ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2,
single crochet 3, single crochet 4, and last one single crochet 5. Next only increase ആണ് single crochet 1, same space ലാണ് single crochet 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ചെയ്യാം. നമ്മുടെ ഇൻക്രീസ് റൗണ്ടിൽ ലാസ്റ്റ് റൗണ്ട് ആട്ടോ ഇത്. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 42 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് ചെയ്തെടുത്തു. ഇനി നെക്സ്റ്റ് റൗണ്ട് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ റൗണ്ട് 35, 36, 37, 38 4 റൗണ്ട്സ് ചെയ്തെടുക്കണം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, ഇൻക്രീസ് ഇല്ല കേട്ടോ. ഓരോ റൗണ്ടിലും 36 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ നമുക്ക് റൗണ്ട് 35 to 38 വരെ ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ വർക്ക് ഇവിടെ വരെ എത്തി. ഇനി നെക്സ്റ്റ് റൗണ്ട്, അതായത് റൗണ്ട് 39 സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 39 തൊട്ട് ഡിക്രീസ് ആണ്. ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, സിംഗിൾ ക്രോഷ്യ 4, സിംഗിൾ ക്രോഷ്യ 5. നെക്സ്റ്റ് വണ്ണൊരു ഡിക്രീസ് ആണ്, സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഇങ്ങനെ 6 ടൈംസ് ചെയ്യുമ്പോൾ ഈ റൗണ്ട് ഫിനിഷ് ആവും. ഈ റൗണ്ടിൽ ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ടോട്ടൽ 36. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 40. റൗണ്ട് 40 ചെയ്യാനായിട്ട് ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, സിംഗിൾ ക്രോഷ്യ 4. നെക്സ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 30 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തു. റൗണ്ട് 40. നെക്സ്റ്റ് റൗണ്ട് 41 ചെയ്യാം. ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3. നെക്സ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ റൗണ്ടിൽ ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. ഫില്ലിങ് ബാക്കി ചെയ്ത് കൊടുത്തു കേട്ടോ, ഫുൾ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് റൗണ്ട് 42 ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് 42. 12 സിംഗിൾ ക്രോഷ്യേസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യേസ് മാത്രം ചെയ്തു പോവുക. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, അങ്ങനെ 12 സിംഗിൾ ക്രോഷ്യേസ് ചെയ്ത ഈ ഒരു റൗണ്ട് ഫിനിഷ് ആവും. സിംഗിൾ ക്രോഷ്യ 3, അങ്ങനെ നമുക്ക് ഇവിടെ വരെ ചെയ്തെടുക്കാം. 12 സിംഗിൾ ക്രോഷ്യേസ്. ഞാനിപ്പോൾ ഈ റൗണ്ടിന് എൻഡിലെത്തി. ഇത് ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആയി. ലാസ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് റൗണ്ട് 43, 6 സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം.
ഇപ്പോൾ ഇതിൻ്റെ ബോഡി പാർട്ട് ഫിനിഷ്ഡായി. ഇനി നമുക്കിതിൻ്റെ ആക്സസറീസ് ഉണ്ട്, അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ബ്ലാക്ക് കളർ yarn എടുക്കാം. ഈ 2 ബട്ടണില്ലേ എലോഫിൻ്റെ മേത്തുള്ളത്, ആ 2 ബട്ടൺ നമുക്ക് ചെയ്തെടുക്കാം. ഒരു മാജിക് സർക്കിൾ ഇടാം. ചെയിൻ 1, 12 സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, single crochet 3, single crochet 4, 5, 6, 7, 8, 9, 10, 11, 12. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വണ്ണിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ സെയിം 1 more ഉണ്ടാക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു നോസ് ചെയ്യാനായിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡും റെഡ് ഷെയ്ഡും മിക്സ് ആയ കളറാണ് ഞാൻ എടുക്കുന്നത്. മാജിക് സർക്കിൾ ഇടാം. ഇതിൻ്റെ ഉള്ളിലോട്ട് ചെയിൻ 1 ചെയ്തിട്ട് 6 സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, 4, 5 and 6. ക്ലോസ് ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ ഒന്നിട്ട് കൊടുക്കാം. ഇനി അഗെയിൻ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അതായത് 6 സിംഗിൾ ക്രോഷ്യ റൗണ്ട് 2ൽ single crochet 1, 2, 3, 4, 5 and last one 6. Next one next round 3, first one 1 single crochet, next one increase ആണ് single crochet 1, single crochet 2, next one 1 single crochet, next one 2 single crochet, single crochet 1, single crochet 2, next one 1 single crochet, next one 2 single crochet, single crochet 1, single crochet 2. ഈ റൗണ്ടിൽ ടോട്ടൽ 9 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് റൗണ്ട് 4 ചെയ്യാൻ ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ടോട്ടൽ 9 സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4, 5, 6, 7, 8, last one 9. നെക്സ്റ്റ് റൗണ്ട് 5 ചെയ്യാം. 5 ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വണ്ണിലും 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ് ആണ് സിംഗിൾ ക്രോഷ്യ 1,
സിംഗിൾ ക്രോഷ്യ 2. അങ്ങനെ 3 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റൗണ്ട് ഫിനിഷ് ആവും. One. Next one will increase, single crochet 1, single crochet 2. Next one will 1, next one will 1. Next one increase ആണ്, single crochet 1 and single crochet 2. ഇനി നമുക്ക് ലാസ്റ്റ് റൗണ്ട് ചെയ്യാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ. 1 2 3 4 5 6 7 8 9 10 11 12. തൊട്ടപ്പുറത്തേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഓൾഫിൻ്റെ നോസ് കറക്റ്റായി. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഓൾഫിനുള്ള ഈ 2 ഹാൻഡ്സ് ഉണ്ടല്ലോ, അത് ചെയ്ത് കൊടുക്കാം. അതിനായിട്ടൊരു സ്ലിപ്പ് നോട്ട് ഇടാം. നെക്സ്റ്റ് ചെയിൻ 11, ചെയിൻ 1 2 3 4 5 6 7 8 9 10 11. ഇനി ഇവിടെ നിന്ന് താഴോട്ട് 4 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3 ആൻഡ് സിംഗിൾ ക്രോഷ്യ 4. ഇനി അഗൈൻ ഈ സെയിം സ്പേസിൽ നിന്ന് തന്നെ 5 ചെയിൻസ് ചെയ്യാം. 1 2 3 4 5. ഇനി ഇവിടെ നിന്ന് തിരിച്ച് ഇതിലോട്ട് 4 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3 ആൻഡ് സിംഗിൾ ക്രോഷ്യ 4. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഇതിലോട്ട് അഗെയിൻ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2 3 4 5 and last one 6. ഈ ഒരു സെയിം മോഡലിൽ നമുക്ക് 1 more ഹാൻഡ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഗം വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 2 ഹാൻഡ്സും റെഡിയായി. ഇനി ഒരു ഹെയർ ചെയ്ത് കൊടുക്കാം. ഹെയർ ചെയ്യാനായിട്ട് അഗെയിൻ ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. ചെയിൻ 13, ചെയിൻ 1 2 3 4 5 6 7 8 9 10 11 12 13. ഇനി ഇവിടെ നിന്ന് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 അങ്ങനെ ഈ 2 വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ 2 വരെ ചെയ്തു. ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടായിരുന്നു. ഇനി അഗെയിൻ നമ്മളിവിടെ വെച്ച് നിർത്തുന്നില്ല. അഗെയിൻ 13 ചെയിൻസ് ചെയ്യുക. 6 7 8 9 10 11 12 13. നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ചെയിൻസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ. ഈ 2 വരെ ഇതുപോലെ തന്നെ ഈ ചെയിൻ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ 2 വരെ ചെയ്തെടുത്ത് ഇതുപോലെ 1 more ചെയ്യണം. സെയിം തന്നെ
chain 13, sorry, 13. Again single crochet 12 ചെയ്തെടുക്കാം. ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ എൻഡ് വരെ ചെയ്തു. ഇനി yarn കട്ട് ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. സൈഡായിട്ട് ചെയ്യാൻ പോകുന്നത് ഡിസ്നി ഫ്രോസണിലെ ഓൾഫിനെയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആട്ടോ ഇത്. ഞാൻ അത് ചെയ്തിരിക്കുന്നത് 4 പ്ലൈ കോട്ടൺ yarn കൊണ്ടാണ്. ക്രോഷ്യ ഹുക്ക് സൈസ് 2.5